കൊച്ചിയിലെ തുരുത്തുകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തുരുത്ത് അല്ലെങ്കിൽ നമ്മുടെ വല്ലാർപാടം, എല്ലാവർക്കും അതറിയാവുന്നതാണ്. ഞാനും വല്ലാർപാടം പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള കിണർ ഞാൻ കണ്ടിട്ടുണ്ട്. ശുദ്ധജലമുള്ളൊരു കിണർ. ഇവിടുത്തെ വെള്ളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ശുദ്ധജലമുള്ള കിണറാണ്. അവിടെ നിന്ന് ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് പഴയ പള്ളിയിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പുതിയ പള്ളിയിലേക്ക് പോകാം. ലോകത്തിലെ മറ്റ് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന വല്ലാർപാടം പള്ളി പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കൊച്ചി നഗരത്തിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്തായി ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ ചൂലുനേർച്ച വളരെ പ്രസിദ്ധമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനായിട്ട് ആളുകൾ ഇവിടെ മുറ്റമടി നേർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. അതിലുപരിയായിട്ട് മുട്ടിനുവേദന ഉള്ളവർക്ക് ഇവിടെ നേർച്ച കഴിക്കുന്ന വഴി അവരുടെ മുട്ടുവേദന മാറിയിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അതായത് പുതിയ വള്ളങ്ങളൊക്കെ ഇവിടെ ആളുകൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നേർച്ച കാഴ്ചയൊക്കെ വെച്ച് വള്ളമൊക്കെ വെഞ്ചിരിച്ചിട്ടാണ് ആളുകളിത് കടലിൽ ഇറക്കാറുള്ളത്. അതായത് വല്ലോർപാടത്തെ അമ്മ എന്നാണ് ഇവിടുത്തെ ആളുകളെല്ലാം പരിശുദ്ധ കന്യകാമാതാവിനെ വിളിക്കുന്നത്. വിമോചനത്തിൻ്റെ റാണി എന്നാണ് ഇവിടെ പരിശുദ്ധ കന്യകാമാതാവ് അറിയപ്പെടുന്നത്. കടലിൽ പോകുന്നവരെ അമ്മ കാത്തുരക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഇവിടുത്തെ ആളുകൾക്കുണ്ട്. നമ്മുടെ ഗോസ്ഡി പാലം കടന്നാണ് ഇവിടെ എത്തിച്ചേരുന്നത്. 1524 ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. പക്ഷേ 1676 വെള്ളപ്പൊക്കത്തിൽ ഈ പള്ളി തകർന്നു പോവുകയും പരിശുദ്ധ അമ്മയുടെ, അതായത് വിമോചന റാണിയുടെ ഈ രൂപം കായലിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഇവിടുന്ന് കണ്ടെടുത്ത് ഇവിടെ സ്ഥാപിക്കാൻ അന്ന് അനുവാദം കൊടുത്തത് നമ്മുടെ പാലിയത്ത് അച്ഛൻ, അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പാലിയത്ത് അച്ഛനായിരുന്നു. 1676 ഈ പള്ളി ഇവിടെ പുനർനിർമ്മിച്ചു. പാലിയത്തച്ഛൻ ഇങ്ങോട്ടൊരു കെടാവിളക്ക് അന്നിവിടെ നൽകിയിരുന്നു. വർഷങ്ങളായിട്ട് അതിലൊഴിക്കാനുള്ള എണ്ണ പാലിയം കൊട്ടാരത്തിൽ നിന്നായിരുന്നു. ഇടയ്ക്കത് നിന്ന് പോയെങ്കിലും ഇന്നും അത് തുടർന്നുകൊണ്ട് പോരുന്നുണ്ട്. 1888 സെപ്റ്റംബർ മാസം 13-ാം തീയതി ലിയോ 13 മാർപ്പാപ്പ നൽകിയ പദവി അനുസരിച്ച് ഇവിടെ വന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം ലഭിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. 2004 ഈ പള്ളിയെ ബസലിക്കയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ച്, മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ വഴിക്ക് കടന്നു പോകുന്ന, അത് പല തുരുത്തുകളുണ്ടല്ലോ നമ്മുടെ ഈ കൊച്ചിയിൽ, പക്ഷേ ഈ തുരുത്തിലിരിക്കുന്ന ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന വള്ളങ്ങളൊക്കെ ഇവിടെ 2 മിനിറ്റ് നിർത്തി മാതാവിന് നേർച്ചയൊക്കെ സമർപ്പിച്ചിട്ടാണ് ഇവർ ഈ വഴി കടന്നു പോകുന്നത്. അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരു വലിയ ജനത ഇവിടെ ഉണ്ട്. ഈ ജനതയെല്ലാം അദൃശ്യമായിട്ട് പരിശുദ്ധ കന്യകാമാതാവ്, അതായത് ദൈവത്തിൻ്റെ അമ്മ കാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥരായിട്ടുള്ളത് ഒരുപാട് ആളുകളും ഇവിടെ വന്ന് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു. ഇവിടുന്ന് മുട്ടുവേദനയൊക്കെ ഞാൻ പറഞ്ഞു മാറിക്കിട്ടുമെന്ന്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് രോഗമുക്തി നേടി പോകാറുണ്ട്. ഇവിടെ ഒരു 10-60 പടി കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പള്ളിയുടെ ഏറ്റവും മേലത്തെ ഗോപുരത്തിൻ്റെ ഏറ്റവും മേളിൽ കയറി നിൽക്കാവുന്നതാണ്. ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും മേളിൽ കയറി നിന്നിട്ട് നമ്മുടെ കൊച്ചിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. ദൂരെ ഹാർബർ കാണാം. നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന ചെറിയ തുരുത്തുകൾക്കിടയിലൂടെ വെള്ളം കയറി ഇങ്ങനെ നമ്മുടെ കൊച്ചി അറബിക്കടലിനെ കാണാം. അങ്ങനെ എന്തുകൊണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ പള്ളിയുടെ മേളിൽ നിന്നാലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അവിടെ കയറണമെങ്കിൽ 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഇതെടുത്തിട്ട് വേണം, ടോക്കൺ എടുത്തിട്ട് കയറണം. അപ്പോൾ കുറേ കാൽവേരൊക്കെ ഉള്ളവർക്കൊക്കെ അതിൻ്റെ മേളിൽ കയറി പറ്റണമെങ്കിൽ നമ്മൾ പേടിക്കുന്നുള്ള അടി തൊട്ട് കയറേണ്ട ലിഫ്റ്റ് ഉണ്ട് കുറേ. അത് കഴിഞ്ഞിട്ട് ഒരു 62 പടി മേളിലേക്ക് ചവിട്ടി കയറാവുന്നവർക്ക് കയറാം. അപ്പോൾ ഏറ്റവും ഹൈറ്റിലെത്താം. അല്ലാത്തവർക്ക് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം. ലിഫ്റ്റ് വഴി തന്നെ നമുക്ക് തിരിച്ചിറങ്ങി പോരാം. ലിഫ്റ്റ് ഓപ്പറേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് വന്നിട്ടില്ലാത്തവരൊക്കെ വന്ന് കാണുക. കാരണം ഇത് നമ്മുടെ സർക്കാർ ഇത് തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള സർക്കാർ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത് തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയം കൂടിയുണ്ട്. അന്നത്തെ ദിവ്യബലിയിൽ അർപ്പിച്ചിരുന്ന
അതായത് വിശുദ്ധ വസ്തുക്കളൊക്കെ ഇവിടെ ഇങ്ങനെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അന്ന് വിശുദ്ധ കുർബാന ചൊല്ലാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ ഇങ്ങനെ ഈ ഒരു കൊച്ചു മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അന്നത്തെ കുർബാന കുപ്പായങ്ങളും അതുപോലെ തന്നെ അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാസയും സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്കെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ സാധിക്കുന്നതാണ്. അത് തന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണല്ലോ. നമ്മുടെ മേലത്തെ ദൃശ്യങ്ങളെക്കാൾ മനോഹരമായിട്ടുള്ള ദൃശ്യം തന്നെയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ചെറിയ മ്യൂസിയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നത്തെ വേദപുസ്തകങ്ങൾ, ദിവ്യബലിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അതുപോലെ തന്നെ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടിരുന്ന അരളിക്ക, അതുപോലെ തന്നെ അച്ഛന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് ഇതിൻ്റെ അകത്ത് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ വീണ്ടും താഴെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ പള്ളിയിൽ നിന്ന് യാത്രയാവുകയാണ് തിരിച്ച്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി താല്പര്യമുള്ളവർക്കെല്ലാം ഇങ്ങോട്ട് വരാം, വന്ന് മാതാവിനെ കാണാൻ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാം. അപ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടും വരെ ടാറ്റാ, ബൈ ബൈ, സി യു.